നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഷൈനി എന്ന 43-കാരിയായ യുവതിയും 2 പെൺകുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഫെബ്രുവരി 28-ന്. ഇന്നലെ മാർച്ച് 8, ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഷൈനിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ പൂർണ്ണമായി പുറത്തു വരണമെങ്കിൽ ഷൈനി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെടുക്കേണ്ടിയിരുന്നു. ഒടുവിൽ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇന്നലെ, അതും ഷൈനിയുടെ വീട്ടിൽ നിന്ന്. ഏറ്റുമാനൂരിലെ ഷൈനിയുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് ഷൈനിയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെടുത്തത്. കസ്റ്റഡിയിലെടുത്ത ഫോൺ ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറുമെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഫോണിൽ ഷൈനിക്കയച്ച സന്ദേശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത രീതിയിലായിരുന്നു. ഷൈനിയുടെ മൊബൈൽ ഫോൺ നിർണായക തെളിവാണ്. ഷൈനിയും കുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ആ ദിവസത്തിന് തലേന്ന് അന്ന് നോബി ഷൈനിയെ വിളിച്ച് പ്രകോപനപരമായി സംസാരിച്ചിരുന്നു. നീയും മക്കളും പോയി മരിക്കടി എന്നൊക്കെ അലറിയിരുന്നു. ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഷൈനിയുടെ പിതാവ് തന്നെയാണ്. പിന്നീട് നോബിയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇക്കാര്യം നോബി സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴും പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി ഷൈനിയുടെ മൊബൈൽ ഫോൺ തന്നെയായിരുന്നു. ഷൈനി എടുത്തിരുന്ന വായ്പയുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ പണം എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്ക ഷൈനിയെ വേട്ടയാടിയിരുന്നു. മാർച്ച് 6 മലയാളി വാർത്ത ഒരു ശക്തമായ റിപ്പോർട്ട് നൽകിയിരുന്നു. ഷൈനി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെ എന്ന ചോദ്യമാണ് ഞങ്ങൾ കേരളത്തിന് മുന്നിൽ വച്ചത്. ഷൈനി മരിച്ചതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഷൈനിയുടെ പിതാവ് മാധ്യമങ്ങളുമായി സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ പിതാവ് പറഞ്ഞത് ഷൈനി മരിക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നുവെന്നാണ്. പിന്നീട് മൊബൈൽ ഫോൺ കണ്ടില്ലത്രേ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി തവണയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട്ടിലെത്തി ഷൈനിയുടെ പിതാവിനോട് മൊബൈൽ ഫോൺ ആവശ്യപ്പെടുന്നത്. എന്നാൽ മൊബൈൽ ഫോൺ എവിടെയെന്ന് തനിക്കറിയില്ല എന്ന നിലപാടാണ് പിതാവ് തുടർച്ചയായി സ്വീകരിച്ചത്. റെയിൽവേ ട്രാക്കിലും പരിസരത്തുമൊക്കെ പോലീസ് ശരിക്കും പരതി. ഒരിടത്തും ഷൈനിയുടെ മൊബൈൽ ഫോൺ ലഭിക്കുന്നില്ല. മാർച്ച് 6 ഞങ്ങൾ നൽകിയ വാർത്തയിൽ ചില സൂചനകൾ നൽകിയിരുന്നു. ഷൈനിയുടെ അനിയുത്തിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് പിതാവ് ഇടയ്ക്ക് മറ്റു ചില അയൽക്കാരോട് സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യമായിരുന്നു ഞങ്ങൾ വാർത്തയിലൂടെ അവതരിപ്പിച്ചത്. മൊബൈൽ ഫോൺ സംബന്ധിച്ച ആദ്യ സംശയങ്ങൾ ഉയർത്തിയത് തൊടുപുഴയിലുള്ള പത്രപ്രവർത്തകനായ സിജോ മാത്യു. ഹാർട്ട് ഫാമർ എന്ന യൂട്യൂബ് ചാനൽ നടത്തുകയാണ് സിജോ മാത്യു. ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക ആ മൊബൈൽ ഫോൺ തന്നെയായിരിക്കുമെന്ന് ചങ്ങനാശ്ശേരിയിലുള്ള പത്രപ്രവർത്തകനായ രമേഷ് മാത്യുവും എന്നോട് പറഞ്ഞു. തുടർന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഷൈനിയുടെ മൊബൈൽ ഫോൺ എവിടെയെന്ന കാര്യത്തിൽ ആർക്കുമൊരു എത്തുമില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞത്. കേരളത്തിന് ചില സംശയങ്ങൾ ഉയരുക ഇവിടെ സ്വാഭാവികമാണ്. ഷൈനിയും 2 പെൺകുട്ടികളും മരിച്ച വീട്ടിൽ ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് പിതാവോ ബന്ധുക്കളോ ഈ മൊബൈൽ ഫോൺ തേടിയെടുത്ത് പോലീസിന് കൈമാറിയില്ല? ആരെങ്കിലും മൊബൈൽ ഫോൺ ബോധപൂർവം ഒളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ? നോബി ഷൈനിയെ വിളിച്ചെന്നും പ്രകോപനപരമായി സംസാരിച്ചെന്നും പോയി മരിക്കടി എന്ന് പറഞ്ഞെന്നുമാണ് ഷൈനിയുടെ പിതാവ് പോലീസിനോടും മാധ്യമങ്ങളോടുമൊക്കെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ കോളിൻ്റെയോ ശബ്ദരേഖയുടെയോ നിർണായക തെളിവായ മൊബൈൽ ഫോൺ തന്നെയല്ലേ അവർ തേടിപ്പിടിച്ച് ആദ്യം പോലീസിന് കൈമാറേണ്ടത്? കുര്യാക്കോസ് എന്ന ഷൈനിയുടെ പിതാവിനെ പോലീസ് പലവട്ടം ചോദ്യം ചെയ്തപ്പോൾ ഒടുവിൽ മൊബൈൽ ഫോൺ പൊങ്ങി. ഭർത്താവിൻ്റെ കുടുംബത്തിലെ കൊടിയ പീഡനങ്ങൾ മാത്രമായിരുന്നില്ല, സ്വന്തം കുടുംബത്തിലും ഷൈനി അവഗണന നേരിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂരിലെ അയൽക്കാർ പറയുന്നത്. ഇവിടെ ചില സംശയങ്ങൾ നാട്ടുകാരുയർത്തുന്നു. ഷൈനിയുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ പരിഹാസം അവൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. പിതാവ് അവൾക്ക് വേണ്ടത്ര സംരക്ഷണം ഒരുക്കിയില്ല എന്ന് പരാതി പറയുന്ന അയൽക്കാരുണ്ട്. ഫെബ്രുവരി 28 വെളുപ്പിന് 4:44 2 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഷൈനി മരണത്തിലേക്ക് നടന്നുപോയത്. ഇളയ കുട്ടി നടന്നു നീങ്ങാനൊരു മടി കാട്ടിയപ്പോൾ ആ കുട്ടിയെ വലിച്ചുകൊണ്ടാണ് ഷൈനി റെയിൽവേ പാളത്തിലേക്ക് നടന്നത്. എന്നാൽ മരിക്കുന്നതിനായി പുറപ്പെടുന്നതിന് മുൻപ് ഷൈനി നടത്തിയ ചില നീക്കങ്ങൾ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഷൈനി തൻ്റെ കയ്യിലുള്ള 2 വളയും കഴുത്തിലെ മാലയും മോതിരവുമൊക്കെ ഊരി ഭദ്രമായി കൃപാസന മാതാവിൻ്റെ പുസ്തകത്തിൽ വെച്ചു. ഷൈനി തികഞ്ഞ കൃപാസന മാതാവിൻ്റെ വിശ്വാസിയായിരുന്നു. ഉടമ്പടിയെടുത്ത് എല്ലാ മാസവും കൃപാസന ചർച്ചിലെത്തുമായിരുന്നു ഷൈനി. കൃപാസന മാതാവിനെ അത്രയേറെ വിശ്വസിച്ച ഷൈനി ഒടുവിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുത്ത് എല്ലാം കൃപാസന മാതാവിൻ്റെ പുസ്തകത്തിൽ വയ്ക്കുന്നു. ഇവിടെയാണ് പിതാവ് കുര്യാക്കോസിനു വേണ്ടി ഷൈനി കരുതി വെച്ചതാണോ ഈ സ്വർണമെന്ന സംശയം ശക്തിപ്പെടുന്നത്. തലേന്ന് വരെ ഷൈനിയുടെ പിതാവ് അവളെ കുറ്റപ്പെടുത്തിയിരുന്നുവെന്നാണ് അയൽക്കാർ പറയുന്നത്. എങ്ങനെയെങ്കിലും ജീവിക്കാനായി പോരാടിയ ഷൈനി ഏറ്റവും ഒടുവിൽ വീടിന് തൊട്ടടുത്തുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ജോലിക്കായി പോകുന്നു.
എന്നാൽ അവിടെ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കി ആ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്ത് സ്ഥാപനം പൂട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഷൈനിയുടെ പിതാവ് നടത്തിയത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഷൈനി ആ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് വീട്ടിലെത്തി. ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിൻ്റെയും മാതാവ് മോളിയുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് പോലും സമ്മതിക്കുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമായി പരിശോധിക്കുകയാണ് എന്ന് പോലീസ് പറയുന്നു. മാർച്ച് 6-ാം തീയതി ഞങ്ങൾ അവതരിപ്പിച്ച വീഡിയോയിൽ ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. നോബിക്കെതിരെ ഇത്ര ശക്തമായ തെളിവുകളുണ്ടായിട്ടും എന്തുകൊണ്ട് ഷൈനിയുടെ മാതാപിതാക്കൾ ശക്തമായ നിയമ പോരാട്ടത്തിന് ശ്രമിക്കുന്നില്ല? ഷൈനിയുടെ 2 സഹോദരങ്ങൾ വിദേശത്ത് നിന്ന് അന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ശവസംസ്കാര ചടങ്ങിന് തൊട്ടടുത്ത ദിവസം അവർ നേരെ ഫ്ലൈറ്റ് കയറി വിദേശത്തേക്ക് പോയി. നാട്ടിലുള്ള ബന്ധുക്കളുമായോ അയൽക്കാരുമായോ അവർ കൂടിയാലോചനകൾ നടത്തിയില്ല. നിയമപരമായി ഇത്ര ഗൗരവമായ ഒരു സംഭവം എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും അവർ ആലോചിച്ചില്ല. എല്ലാം പിതാവിന് വിട്ടെറിഞ്ഞു കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ആ സഹോദരങ്ങൾ പെട്ടെന്ന് മടങ്ങിപ്പോയി? ഇവിടെയാണ് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത്. സമൂഹത്തോടോ കുടുംബത്തോടോ എന്തെങ്കിലുമൊക്കെ ഷൈനിക്ക് പറയേണ്ടിയിരുന്നു എങ്കിൽ അവൾ അക്കാര്യം ആ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടാകാം. താൻ നേരിട്ട ദുരവസ്ഥകളും ദുരന്തങ്ങളുമൊക്കെ പലപ്പോഴും കൂട്ടുകാരികളോട് അവൾ പങ്കുവച്ചത് ശബ്ദരേഖയിലൂടെയാണ്. വാട്സാപ്പ് മെസ്സേജുകളിലൂടെ അവൾ തൻ്റെ ദുരിതം പലരുമായി പങ്കുവച്ചിരുന്നു. 8 ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് ഷൈനിയുടെയും മക്കളുടെയും ഈ ആത്മഹത്യ തുടർ വാർത്തയായി കേരളത്തിലെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും ശക്തമായി നൽകി വരുന്നു? അതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേയുള്ളൂ. കേരളം അത്രമേൽ ആഗ്രഹിക്കുന്നു ഷൈനിയുടെ മരണകാരണം കണ്ടുപിടിക്കാൻ. ഭർത്താവ് നോബി തന്നെയാണ് ഇവിടെ കൊടും കുറ്റവാളി എന്നതിൽ സംശയമില്ല. ഭർത്താവിൻ്റെ സഹോദരനും ഭർത്തൃവീട്ടുകാരുമൊക്കെ ഇവിടെ കുറ്റവാളികളാണ്. എന്നാൽ അതിലപ്പുറം നിരാലംബയായ ഒരു യുവതിയെ ചേർത്ത് പിടിക്കുന്നതിൽ സ്വന്തം കുടുംബത്തിന് വീഴ്ച വന്നോ എന്നതാണ് ഏറ്റവും അധികം മലയാളികളെ അലട്ടുന്നത്. ഷൈനിയുടെ വീട്ടിൽ പോലീസ് കൂടി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ കണ്ടെടുത്തിരിക്കുന്നത്. ഫോൺ ലോക്ക് ചെയ്ത നിലയിലാണ്. ഷൈനിക്കും കുട്ടികൾക്കും എന്തു സംഭവിച്ചുവെന്നറിയണമെങ്കിൽ ആ ഫോൺ കൃത്യമായി പരിശോധിക്കപ്പെടണം. നേരത്തെ പോലീസ് അന്വേഷണ സംഘം വീട്ടിലെത്തി 2 പ്രാവശ്യം ഈ മൊബൈൽ ഫോണിനു വേണ്ടി പരിശോധനകൾ നടത്തിയിരുന്നു. അപ്പോഴൊന്നും കണ്ടെടുക്കാൻ കഴിയാത്ത ഈ മൊബൈൽ ഫോൺ 8 ദിവസങ്ങൾക്ക് ശേഷം ആരാണ് അവിടെ തിരികെ വെച്ചത്? ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നോബിയുടെ പേരിലും നോബിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും കേസെടുക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. അതിന് മൊബൈൽ ഫോൺ അത്യാവശ്യമാണ് എന്ന് പോലീസ് പലവട്ടം ഷൈനിയുടെ പിതാവിനോട് നേരിട്ട് പറഞ്ഞതാണ്. ഷൈനി മരിച്ചതിന് തലേദിവസം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി നോബി പോലീസിന് മൊഴി നൽകി. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിലുണ്ടായിരുന്നത് എന്ന് നോബി പോലീസിനോട് പറഞ്ഞു. എന്തു മെസ്സേജുകളാണ് എന്ന് കണ്ടെത്താൻ നോബിയുടെ ഫോണിൽ നിന്ന് പോലീസിന് കഴിഞ്ഞില്ല. കാരണം ആ മെസ്സേജുകൾ അത്രയും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലായിരുന്നു. നോബിയുടെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത നിലയിൽ. ഇത് റിക്കവറി ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. കുടുംബശ്രീ ലോണിൻ്റെ പേരിൽ ഷൈനി ഏറെ മാനസിക വ്യത അനുഭവിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. ഷൈനി തൊടുപുഴ ചുങ്കത്ത് വീട്ടിൽ താമസിച്ചപ്പോൾ എടുത്ത കുടുംബശ്രീ ലോണുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദരേഖയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കുടുംബശ്രീയുടെ പ്രസിഡന്റായിരുന്ന ഉഷ രാജു ഷൈനിയെ ബന്ധപ്പെട്ടതാണ് ഈ ശബ്ദരേഖ. വളരെ മാന്യമായാണ് ഉഷ രാജു ഷൈനിയോട് സംസാരിക്കുന്നത്. ഷൈനിയുടെ മറുപടിയും തികച്ചും മാന്യതയാർന്നത്. മക്കളുടെ പഠനാവശ്യങ്ങൾക്കാണ് ഷൈനി കുടുംബശ്രീയിൽ നിന്ന് ഇത്തരമൊരു ലോൺ എടുത്തത് എന്നീ സംഭാഷണത്തിൽ വ്യക്തമാകുന്നു. ഇറാഖിൽ ജോലിയുണ്ടായിട്ടും ഭർത്താവ് നോബി ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ചെറുവിരൽ അനക്കിയില്ല. ഷൈനിയുടെ ഭർത്തൃവീട്ടുകാർക്ക് നല്ല സാമ്പത്തിക നിലയുണ്ട്. എന്നാൽ ഈ ലോണിൻ്റെ ഉത്തരവാദിത്വം ഷൈനിയുടെ തലയിൽ വയ്ക്കാനാണ് ഭർത്തൃവീട്ടുകാർ ശ്രമിച്ചത്. ആ ലോൺ തിരിച്ചടയ്ക്കാൻ അവർ കൂട്ടാക്കിയില്ല. അത് കുടിശ്ശികയായി ഉയർന്നു. കുടുംബശ്രീയുടെ ലോൺ തിരിച്ചടച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കും ലോൺ കൊടുക്കാൻ കഴിയൂ. ഷൈനി പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കാൻ കാത്തിരിക്കുന്ന മറ്റു സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കുന്നു. ഈ കാര്യങ്ങളാണ് ഷൈനിയോട് ഉഷ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഷൈനി തൻ്റെ നിസ്സഹായാവസ്ഥ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവ് ഫോൺ എടുക്കാത്തതും വക്കീൽ നോട്ടീസ് കൈപ്പറ്റാത്തതും ഈ ലോൺ ഷൈനി അടയ്ക്കുന്നതിലെ യുക്തികേടുമൊക്കെ മാന്യമായ ഭാഷയിൽ ഷൈനി ഉഷയോട് സംസാരിക്കുന്നു. ഇതെല്ലാം കേട്ട് ഷൈനിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഉഷ ഭർത്തൃവീട്ടുകാരോട് താൻ ലോണിൻ്റെ കാര്യം സംസാരിക്കാമെന്ന് ഒടുവിൽ സമ്മതിക്കുന്നു. മരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലെ ഷൈനിയുടെ മറ്റൊരു ശബ്ദരേഖ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു. റോസ മിസ്റ്റിക്ക എന്ന പാലിയേറ്റീവ് കെയർ സെൻറ്ററിലെ ജെസ്സി എന്ന ഷൈനിയുടെ സുഹൃത്തുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ് നമ്മൾ വേദനയോടെ കേട്ടത്. SFSലും അതിരമ്പുഴയിലെ ഹോസ്റ്റലിലും പിന്നെ ഹോളി ക്രോസ് സ്കൂളിൻ്റെ ഹോസ്റ്റലിലുമൊക്കെ കുട്ടികളെ നിർത്താൻ പരക്കം പാഞ്ഞ ഷൈനിയുടെ ദുരിതകഥയാണ് അവർ ആ ശബ്ദരേഖയിൽ ജെസ്സിയുമായി പങ്കുവെക്കുന്നത്.
റോസ മിസ്റ്റിക്ക സ്ഥാപനമുടമയും ഇക്കാര്യങ്ങൾ പിന്നീട് കേരളത്തോട് വെളിപ്പെടുത്തി. ഷൈനി സ്വന്തം കുടുംബത്തിൽ പോലും അവഗണന നേരിട്ടിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഷൈനിയുടെ സുഹൃത്തായ ജെസ്സിയും ഇക്കാര്യം ശരിവെക്കുന്നു. ഷൈനിയുടെ മക്കൾക്ക് വീട്ടിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് ജെസ്സി പറഞ്ഞത്. ഷൈനിയുടെ പിതാവ് വളരെ കർക്കശക്കാരനായിരുന്നു. കുട്ടികൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുട്ടികളെ ഹോസ്റ്റലിലാക്കി ബോംബെയിലെ ബാന്ദ്രയിൽ ജോലിക്ക് കയറാൻ അവസാനവട്ടം ആവുന്നത്ര ശ്രമിച്ചിരുന്നു ഷൈനി. ഒരുപാട് സിസ്റ്റർമാരുടെ അടുക്കൽ പോയി കുട്ടികളെ താമസിപ്പിക്കാൻ ഒരു ഹോസ്റ്റൽ മുറി അന്വേഷിക്കുന്നു. ആ ശബ്ദരേഖയിൽ SH ഹോസ്റ്റൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ചെന്ന കഥനകഥയുണ്ട്. അച്ഛനും അമ്മയുമില്ല, 2 പെൺകുട്ടികൾ. അവർക്ക് ഹോസ്റ്റൽ കൊടുത്ത് ഉത്തരവാദിത്വം തലയിൽ വെക്കേണ്ട എന്ന് സിസ്റ്റേഴ്സും അച്ഛന്മാരുമൊക്കെ അങ്ങ് വിചാരിച്ചു. ഒടുവിൽ ജെസ്സിയോട് ഷൈനി പറയുന്നു, എനിക്ക് വേറെ നിർവാഹമില്ല. റോസ മിസ്റ്റിക്കയിലെ ജോലിക്ക് ശേഷം ഷൈനി വീട്ടിലെത്തി അവിടെ എന്തു സംഭവിച്ചു എന്ന കാര്യത്തിൽ തികഞ്ഞ ഉത്കണ്ഠയാണ് ആ സ്ഥാപന ഉടമയ്ക്ക്. വീട്ടിൽ നിന്ന് കടുത്ത അവഗണന ഷൈനിയും കുട്ടികളും നേരിട്ടിരുന്നുവെന്നാണ് അയൽക്കാരും വ്യക്തമാക്കുന്നത്. ഇതൊന്നും ഷൈനിയുടെ കുടുംബത്തെ പൂർണ്ണമായി പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള തെളിവുകളല്ല. എങ്കിലും സ്വന്തം കുടുംബത്തിൽ കൂടി ഒറ്റപ്പെട്ടതിൻ്റെ തിക്തഫലമാണ് ഷൈനിയുടെ ആത്മഹത്യയെന്ന് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഭർത്തൃവീട്ടുകാരുടെ കൊടിയ ക്രൂരതകൾ. അതിലപ്പുറം സഭ പോലും വേണ്ടത്ര പരിഗണനയോ പിന്തുണയോ ആ സാധു സ്ത്രീക്ക് കൊടുത്തില്ല. ഒടുവിൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും അവഗണന നേരിട്ടപ്പോൾ എല്ലാം അടുത്ത് അവൾ മരണത്തിലേക്ക് നടന്നുപോയി. വനിതാ ദിനത്തിൻ്റെ ആഘോഷത്തിൽ ഹണി ഭാസ്കരൻ എന്ന എഴുത്തുകാരി ഇന്നലെ ഒരു കുറിപ്പിട്ടു. ആ കുറിപ്പിൽ കൃത്യമായി കേരളത്തിൻ്റെ വികാരമുണ്ട്. ഈ പോസ്റ്റ് എഴുതാൻ ഇതിനേക്കാൾ നല്ലൊരു ദിവസമില്ലാത്തതുകൊണ്ട് ഈ വാർത്ത അറിഞ്ഞതിൻ്റെ ട്രോമയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാഞ്ഞിട്ടും നെഞ്ചിലെ ചോരയിൽ വിരൽ മുക്കി എഴുതുന്നു. വാർത്ത കണ്ടിട്ട് ദിവസം കുറച്ചായി. മനുഷ്യരുടെ സങ്കടം കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിന് തീരെ കട്ടിയില്ലാതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്തരം വാർത്തകൾ കാണുമ്പോൾ പെട്ടെന്ന് പലതും ട്രിഗർ ചെയ്യുന്ന അവസ്ഥയുണ്ട്. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പിടപ്പാണ്. എന്ത് ചെയ്തു കൂട്ടിയാലും മനസ്സുറയ്ക്കാതെ ചിന്തകൾ പനിച്ചു നിൽക്കും. സ്നേഹിച്ച മനുഷ്യർക്കെല്ലാം മുന്നിൽ സ്നേഹത്തിന് വേണ്ടി പരിഗണനയ്ക്ക് വേണ്ടി യാചിച്ചു നിന്ന് തോറ്റുപോയി എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങി എല്ലാ വാതിലുകളും മുട്ടി അവിടെയും പരിഹസിക്കപ്പെട്ട് 2 പെൺകുട്ടികളെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടിയ ഷൈനി. ട്രെയിനിൻ്റെ അപായമണി ഉറക്കമുഴങ്ങിയിട്ടും പാളത്തിൽ നിന്നും അനങ്ങാതെ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന കുഞ്ഞുങ്ങൾ ചങ്ക് പറയുന്നു അവൾ കടന്നുപോയ മാനസിക വ്യതകളെ ഓർത്ത്. എനിക്ക് ഷൈനിയെ മനസ്സിലാകും. ആ കുഞ്ഞുങ്ങൾ കടന്നുപോയ ബാല്യം എനിക്ക് മനസ്സിലാവും. ഷൈനി കടന്നുപോയ കുടുംബജീവിതവും മനസ്സിലാകും. അതെല്ലാം ഞാനും കൂടിയാണ്. ഷൈനിയിലും ആ കുഞ്ഞുങ്ങളിലും ഞാനുണ്ട്. എന്നെപ്പോലെയുള്ളവർക്ക് അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാവും. ബാക്കി എല്ലാ മരണശേഷമുള്ള ആർപ്പുവിളികൾ മാത്രമാണ്. മരണങ്ങൾ ആഘോഷിക്കപ്പെടുന്നതാണ്. ഒന്നുറക്കെ കരഞ്ഞിരുന്നു എങ്കിൽ ജോലി കൊടുത്തേനെ എന്ന് നുണകൾ എഴുതുന്ന എത്രമാത്രം പ്രൊഫൈലുകൾ കണ്ടു. ഒറ്റയ്ക്കൊരു സ്ത്രീ പൊരുതാൻ ഉറച്ചാൽ അവളെ അങ്ങേയറ്റം പുലഭ്യം പറയുന്ന ഒരു സ്ത്രീ വൾനറബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ആ സാഹചര്യത്തെ ചൂഷണം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന മെജോറിറ്റി മനുഷ്യർക്കിടയിൽ ഈ ലോകവും മനുഷ്യരും എന്തെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ നടന്ന മരണം. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചാൽ അയാൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയോളം ഭീകരമായി മറ്റൊന്നും ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. 2 പെൺകുഞ്ഞുങ്ങളെ കൂടി മരണത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിടയിലെ പ്രാപ്പിടയന്മാരെ അവരെത്രമാത്രം ഭയന്നിരിക്കണം. ആ സ്ത്രീയും കുഞ്ഞുങ്ങളും കടന്നുപോയ തലേ രാത്രിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കെൽപ്പ് കൂടി ഇല്ലാത്തതിനാലാണ് ഈ കുറിപ്പെഴുതാൻ നീണ്ടുപോയത്. പണം കൊണ്ടും പദവി കൊണ്ടും ഷൈനിക്ക് കിട്ടിയ തൊഴിലവസരങ്ങൾ റദ്ദ് ചെയ്യിപ്പിച്ച ഭർത്താവിൻ്റെ ബന്ധുവായ പുരോഹിതൻ. അയാൾ എന്തിനാണ് വെളുത്ത വസ്ത്രമിട്ടിരിക്കുന്നത്? ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ മക്കളെയും കൊണ്ട് രാത്രി റോഡിൽ കുത്തിയിരിക്കുന്നത് കണ്ട് വീട്ടുകാരെ അറിയിച്ചിട്ട് അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് വായിച്ചു. ശേഷം സ്വന്തം വീട്ടുകാർ ആ മകളെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചോ? ഭർത്താവിൻ്റെ പീഡനങ്ങൾക്കെതിരെ ഷൈനി കേസ് കൊടുത്തതിനാൽ അയാൾ അറസ്റ്റിലാവാനുള്ള സാധ്യത കണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോയ അയാളുടെ പെങ്ങന്മാർ ഒരു സ്ത്രീയുടെയും പെൺകുഞ്ഞുങ്ങളുടെയും ജീവിതത്തെ ഇത്ര കണ്ട് പുറംപോക്കിലേക്കിടാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ സ്ത്രീകളെ നിങ്ങൾ. ക്യാൻസർ രോഗിയായതിനാൽ തീട്ടവും മൂത്രവും കോരിയ അതേ സ്ത്രീയെ മകൻ്റെ ഭാര്യയെ മകൻ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഉള്ള അമ്മായിയപ്പൻ്റെ നിലപാടെന്തായിരുന്നു? എല്ലാവർക്കും പറ്റിയ പണിയല്ല സന്യാസം. അത് തീവ്രമായ സഹനത്തിൻ്റെ വഴിയാണ്. ഇറങ്ങി വന്ന അതേ ഭർതൃഗൃഹത്തിലേക്ക്, പള്ളിയിലേക്ക്, സെമിത്തേരിയിലേക്ക് പ്ലാസ്റ്റിക് കവറുകളിൽ പെറുക്കിക്കൂട്ടിയ ആ 3 മനുഷ്യ മാംസകഷ്ണങ്ങൾ എടുത്തുകൊണ്ടു പോകുമ്പോൾ നോക്കി നിന്ന നാട്ടുകാർ, നിങ്ങൾ ആചാരങ്ങളെയാണോ നീതിയാണോ കൂട്ടുപിടിച്ചത്? എങ്ങനെയാണ് നിങ്ങളൊക്കെ സമാധാനത്തോടെ ആ മരണരാത്രി കഴിച്ചു കൂട്ടിയത്? ഞങ്ങൾ സഹായിച്ചേനെ എന്നിപ്പോൾ നിലവിളി ശബ്ദമിടുന്ന മനുഷ്യർ, നിങ്ങൾ തോറ്റുപോയ എത്ര മനുഷ്യരെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാ ആത്മഹത്യകളും കൊലപാതകങ്ങളാണ്. സ്റ്റേറ്റിന് പോലും അതിൽ പങ്കുണ്ട്.
കാരണം മേൽപ്പറഞ്ഞ പല വിഷയങ്ങളിലും സ്റ്റേറ്റ് എന്ത് നിലപാടെടുക്കുന്നു എന്നതുകൂടി ഇത്തരം മരണങ്ങൾക്കുള്ള തടയിടലാണ്. ആയുസ്സത്തുള്ളൊരു മരണങ്ങൾ ഉറക്കം കെടുത്തുന്ന വേദനയാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ. ഇന്ന് വനിതാ ദിനം. കൃത്യമായ സന്ദേശമാണ് ഹണി ഭാസ്കരൻ തൻ്റെ കുറിപ്പിലൂടെ കേരളത്തിന് പകർന്നു നൽകുന്നത്. കുടുംബശ്രീയിൽ നിന്നെടുത്ത ലോണുമായി ബന്ധപ്പെട്ട് ഷൈനി കുടുംബശ്രീയുടെ ചാർജുള്ള ഉഷയുമായി സംസാരിക്കുന്ന ആ ശബ്ദരേഖ, ഈ ലോണിൻ്റെ പേരിൽ ഷൈനിയെ എത്രമാത്രം ഭർതൃകുടുംബം പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നതിൻ്റെ കൃത്യമായ തെളിവാണിത്. ഇന്നലെ പുറത്തു വന്ന ആ ശബ്ദരേഖയും കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നു. ഹലോ, ഷൈനി 2 മാസം കഴിഞ്ഞാൽ ഷൈനി ലോൺ അടക്കില്ലേ? ഹലോ, നോബി വരാൻ എന്തെങ്കിലും നടക്കുവോ ചോദിച്ചാൽ നോബിയുടെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കഴിയുമ്പോൾ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോണിന് എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനടുത്ത് അടയ്ക്കണം, ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസയൊക്കെ തീർന്നില്ലേ? അന്ന് ചേച്ചി പറഞ്ഞ മറ്റേ ഇതങ്ങാണ്ട് എനിക്ക് വേണ്ടി അത് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് അടിച്ചാൽ എന്നല്ലേ എന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിട്ട് എടുത്തെന്ന് പറഞ്ഞു. അച്ഛനോട് ചാകം കിടക്കുമല്ലോ, അച്ഛനെ എടുത്തു. അങ്ങനെ എടുത്തെന്നാ അവര് പറഞ്ഞത് ഞങ്ങളോട്. അവർക്ക് വേണ്ടിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ ചെയ്യും? നോബി എന്നോ തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പൊ ഒരു നോട്ടീസ് ഇവരോട്ട് തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. തോമസ് ചേട്ടനെ വിളിച്ചു നോക്കി നോബീനെ, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അതിനോട് പറഞ്ഞത് കേസ് നടക്കുമല്ലേ, അത് കഴിയുമ്പത്തി ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോണിപ്പ തീരാവുന്ന രീതിയിലായിട്ടുണ്ട്. അത് അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ലോണും കിട്ടത്തില്ല. എന്താ ചെയ്യാ? എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയില്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ, നിന്റെ അവസ്ഥന് തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ എടുത്തോണ്ട് പോകുന്നല്ലേ പറയൂ. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി അവരുടെ വീട്ടിൽ പോയിരിക്കേണ്ടി വരുമോ? പോലീസുകാരെന്നാന്ന് പറഞ്ഞു? പോലീസുകാരെന്നാ പറയുന്നത്? പോലീസുകാരിപ്പോ വക്കീലാണെങ്കിൽ എന്നോട് പറഞ്ഞു, നീ ഇതായിട്ട് പറ, അല്ലാതെ ഇപ്പൊ നീ ഇപ്പൊ എടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്റെ ഇതിലോട്ടാന്ന് ചോദിക്കുന്നത് എടുത്ത് കൊടുക്കാനായിട്ട്. അതിപ്പം ഇത് കേസിന്റെ വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല്. അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത്. എന്ത് ചെയ്യുമെന്ന് പറക്കേ? എല്ലാവരും വഴക്കുണ്ടാക്കിയ കുടുംബശ്രീ കിടന്നുണ്ട്, പെണ്ണുങ്ങളെല്ലാം എടുക്കാൻ പറ്റത്തില്ല, പൈസ അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോണ്ട്. എന്ത് ചെയ്യും നീ? അത് ശരിയല്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പൈസ എടുത്ത് അടച്ചടച്ച് ഗ്രൂപ്പിൽ ലോൺ കൊടുക്കാനില്ലല്ലോ. ശരിയായി. അവനവന്റെ ഒരു ഇത് വരുമ്പോഴല്ലേ അവനത് മനസ്സിലാവുള്ളൂ. നമുക്ക് വന്നു കഴിയുമ്പോ നമ്മളത് എന്ത് ചെയ്യണം നമുക്ക് ഇതല്ലോ. അവനവന് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന്. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അതെ, എന്റെ ആവശ്യത്തിന് എന്റെ വീട്ടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗ്ലമാരെത്തത് അടച്ചു തീർക്കും, അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. നോബീനെ കൊണ്ട് ഒപ്പിടിക്കേണ്ടതായിരുന്നു. ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തില്ല. അതിപ്പോ നമ്മുടെ പിഴവ് പറ്റിപ്പോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നോബി ഒന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയനായിരുന്നു. വന്നു കിട്ടിയിരുന്ന വരിയെല്ലാം കൊണ്ട് അവിടെ നിൽക്കുമല്ലേ, വരിയല്ലോ. ഇപ്പൊ ഇന്നാളാണേലും 1 മാസം അവധിക്ക് നാത്തിന്റെ അടുത്ത് പോയി നിൽക്കുമല്ലേ 1 മാസം. എന്നിട്ട് പിന്നെ പുള്ളി തിരിച്ച് ജോലിക്ക് കയറുമല്ലേ. അങ്ങനെയല്ലേ പുള്ളി ചെയ്തത്. പുള്ളി ഇങ്ങ് വരുന്നുമല്ല, പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്ത്. പുള്ളി ഇപ്പൊ വരുന്നുമില്ലല്ലോ, നമ്മളെ ഇതാക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. അതിപ്പം അതിനാ കേസ് കൊടുത്തേക്കുന്ന. കേസ് കൊടുത്തിപ്പം പോലീസുകാരും വെളുപ്പിക്കും. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ, പുള്ളി വരാതെ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ. അതിപ്പോ പുതിയ കേസ് ആകുമ്പോ വെച്ച് നീട്ടിയേ വെക്കോളെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ. അല്ലാതെ നമുക്കിപ്പം പോലീസുകാർ ഇടപെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയല്ലോ. നമ്മളിപ്പം കോടതി വഴി പോയാൽ നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ. കോടതിയിലേക്ക് കൊടുത്താ? അത് കൊടുത്തു. അല്ലാതെ നമുക്ക് കിട്ടുമോ? അപ്പൊ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാ? ഇപ്പൊ തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ലല്ലോ, ഡൈവോഴ്സ് ആയി കിട്ടുമെന്നില്ലല്ലോ. ഇപ്പൊ ഒരു SBIയുടെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. അതാണേലും പുള്ളിയുടെ എന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. പുള്ളി ഇപ്പൊ അടയ്ക്കുന്നില്ല, പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ പുള്ളി അടയ്ക്കാന്ന് പറഞ്ഞു. അതങ്ങനെ ഇട്ടേക്കുക. എന്താ ചെയ്യാം? ഞാനിപ്പോ അത് തോമസ് ചേട്ടനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നാ ചെയ്യുന്നുള്ളത്. തോമസ് ചേട്ടനൊന്ന് വിളിച്ചു പറ.